സ്വപ്നങ്ങൾ പിന്തുടരുന്ന ഓരോരുത്തർക്കും പിന്നിൽ പറയാൻ ഒരു കഥയുണ്ടാകും. ചിലപ്പോൾ വലിയ പരാജയങ്ങളുടെ, വിശപ്പിൻ്റെ അല്ലെങ്കിൽ തിരിച്ചടികളുടെ കഥ. പക്ഷേ ആ തിരിച്ചടികളെ സ്വന്തം വിജയത്തിനുള്ള പടവുകൾക്കായി മാറ്റിയ ഒരു വ്യക്തിയുടെ കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സിനിമാ മോഹവുമായി നടൻ ആകാൻ ഇറങ്ങിത്തിരിച്ച് ജീവിക്കാൻ വേണ്ടി ധാബകളിലും ഹോട്ടലുകളിലും പാത്രം കഴിയും സപ്ലയറായി ജോലി ചെയ്യുന്ന നടന്ന ഒരു ചെറുപ്പക്കാരൻ. വർഷങ്ങൾക്ക് ശേഷം അയാൾ ഉണ്ടാക്കിയെടുത്തത് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വൻകിട ഫുഡ് ബ്രാൻഡാണ്. ആ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ IIM ബിരുദകാരിയായ ഭാര്യ കൂടി കൈകോർത്തപ്പോൾ ബംഗളൂരുവിലെ ഒരു ചെറിയ കടയിൽ നിന്ന് തുടങ്ങിയ ആ സംരംഭം ഇന്ന് ഹൈദരാബാദും മുംബൈയും കടന്ന് രാജ്യമെമ്പാടും പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ആരാണ് രാഘവേന്ദ്ര? എങ്ങനെയാണ് ദിവ്യ അദ്ദേഹത്തിൻ്റെ പങ്കാളിയായി മാറിയത്? 2021 തുടങ്ങിയ ഈ കൊച്ചു സ്ഥാപനം എങ്ങനെയാണ് കോടികളുടെ ബിസിനസ്സായി വളർന്നത്? നമുക്ക് വിശദമായി അറിയാം. കഥ തുടങ്ങുന്നത് രാഘവേന്ദ്ര എന്ന സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനിൽ നിന്നാണ്. ചെറുപ്പം മുതലേ മനസ്സിൽ വളർന്ന ഒരേയൊരു സ്വപ്നം രാഘവേന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. സിനിമ, വലിയൊരു നടനാവണം, വെള്ളിത്തിരയിൽ തിളങ്ങണം. ഈ സ്വപ്നം ചുമന്നാണ് രാഘവേന്ദ്ര തൻ്റെ യാത്ര ആരംഭിക്കുന്നത്. എന്നാൽ സിനിമ എന്ന ലോകം പുറത്തുനിന്ന് കാണുന്നത്ര സുന്ദരമായിരുന്നില്ല. അവസരങ്ങൾക്കായി നിരവധി വാതിലുകൾ മുട്ടി. നിരന്തരം നിരാശ മാത്രം ബാക്കിയായി. ജീവിക്കാൻ പണം വേണം. വയറു വിശക്കുമ്പോൾ സ്വപ്നങ്ങൾ മാത്രം കഴിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണ് രാഘവേന്ദ്ര ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങുന്നത്. റോഡരികിലെ ധാബകളിൽ, ചെറിയ ഹോട്ടലുകളിൽ അവിടൊക്കെ അയാൾ പണിയെടുത്തു. ചിലയിടത്ത് സപ്ലയറായി, ചിലയിടത്ത് ക്ലീനറായി, മറ്റു ചിലയിടത്ത് അടുക്കളയിൽ സഹായിയായി. പക്ഷേ ഇവിടെയാണ് രാഘവേന്ദ്രയിലെ വ്യവസായി ജനിക്കുന്നത്. താൻ ചെയ്ത ജോലിയെ വെറും ഒരു ഉപജീവനമായി മാത്രം അയാൾ കണ്ടില്ല. ഓരോ ധാബയിലും ഹോട്ടലിലും ജോലി ചെയ്യുമ്പോൾ അവിടെ ആളുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്, ഒരു റെസ്റ്റോറൻറ്റിന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പാചക പരിചയവും ആളുകളുടെ രുചികളും അദ്ദേഹം നന്നായി പഠിച്ചെടുത്തു. ആ കഠിനാധ്വാനവും അനുഭവങ്ങളുമാണ് സ്വന്തമായി ഒരു ഫുഡ് ബിസിനസ് തുടങ്ങാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. അനുഭവസമ്പത്തും രുചിക്കൂട്ടുകളും രാഘവേന്ദ്രയുടെ പക്കലുണ്ടായിരുന്നു. എന്നാൽ ആ ആശയത്തെ വലിയൊരു ബിസിനസ് സാമ്രാജ്യമാക്കി മാറ്റാൻ തന്ത്രപരമായ ആസൂത്രണം ആവശ്യമായിരുന്നു. അപ്പോഴാണ് ദിവ്യ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്, ബിസിനസ്സിലേക്കും കടന്നു വരുന്നത്. സാധാരണക്കാരിയല്ല ദിവ്യ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളിലൊന്നായ IIM-ൽ നിന്ന് ബിരുദം നേടിയ വ്യക്തി. കോർപ്പറേറ്റ് ലോകത്ത് വലിയ സാധ്യതകളും മികച്ച കരിയറും മുന്നിലുണ്ടായിരുന്നിട്ടും രാഘവേന്ദ്രയുടെ സ്വപ്നത്തിനും നിശ്ചയദാർഢ്യത്തിനും ഒപ്പം നിൽക്കാൻ ദിവ്യ തീരുമാനിച്ചു. ഒരു വശത്ത് പാചക പരിചയവും കഴിവുമുള്ള രാഘവേന്ദ്ര, മറുവശത്ത് ബിസിനസ്സും കച്ചവട തന്ത്രങ്ങളും നന്നായി അറിയാവുന്ന ദിവ്യ. ഈ രണ്ടുപേരും കൈകോർത്തതോടെ ആ സംരംഭത്തിന് കൃത്യമായ ഒരു ദിശാബോധം ലഭിച്ചു. രുചിയുള്ള ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം, ബ്രാൻഡിംഗ് എങ്ങനെ വേണം, സപ്ലൈ ചെയിൻ എങ്ങനെ നിയന്ത്രിക്കണം എന്നതിലൊക്കെ കൃത്യമായ പദ്ധതികൾ ദിവ്യ തയ്യാറാക്കി. വർഷം 2021. ലോകം കോവിഡിൽ നിന്ന് പതുക്കെ രക്ഷപ്പെട്ടു വരുന്ന സമയം. ബിസിനസ്സുകളൊക്കെ പൂട്ടിക്കൊണ്ടിരുന്ന ആ പ്രതിസന്ധി കാലത്താണ് രാഘവേന്ദ്രയും ദിവ്യയും ചേർന്ന് ബംഗളൂരുവിൽ താങ്കളുടെ ആദ്യത്തെ ചെറിയ കട തുടങ്ങുന്നത്. തുടക്കം വളരെ ലളിതമായിരുന്നു. വലിയ പരസ്യങ്ങളോ വലിയ പണമോ ഒന്നും അവരുടെ പക്കലുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഒന്ന് മാത്രം: നല്ല രുചിയുള്ള, വൃത്തിയുള്ള ഭക്ഷണം ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ കൊടുക്കുക. രാഘവേന്ദ്ര താൻ മുൻപ് ജോലി ചെയ്ത് പഠിച്ച എല്ലാ അനുഭവങ്ങളും ആ അടുക്കളയിൽ പ്രയോജനപ്പെടുത്തി. ദിവ്യ കടയുടെ ദൈനംദിന നടത്തിപ്പും കസ്റ്റമർ സർവീസും കൃത്യമായി നിയന്ത്രിച്ചു. ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വന്നു. കൂടെ കൂട്ടുകാരെ കൂട്ടി വന്നു. ആൾക്കാരുടെ ആ ഒരു വാക്ക് കേട്ടുകേട്ടാണ് ആ ചെറിയ കടയിലേക്ക് ആളുകളുടെ ഒഴുക്കുണ്ടായത്. ഭക്ഷണം കഴിക്കാൻ ആളുകൾ ക്യൂ നിൽക്കാൻ പോലും തയ്യാറായി. രുചിയിലും വൃത്തിയിലും അവർ പുലർത്തിയ കൃത്യത ബംഗളൂരുവിലെ ഭക്ഷണപ്രിയരുടെ മനം കവർന്നു. ഒരു നഗരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ബംഗളൂരിൽ ലഭിച്ച വൻ സ്വീകാര്യത നൽകിയ ആത്മവിശ്വാസത്തിൽ അവർ അടുത്ത പടിയിലേക്ക് കടന്നു. അടുത്ത ലക്ഷ്യം ഹൈദരാബാദായിരുന്നു. ഭക്ഷണപ്രിയരുടെ നാടായ ഹൈദരാബാദിലും
ഇവരുടെ രുചിക്കൂട്ടുകൾ തരംഗമായി മാറി. അവിടെയും ജനങ്ങൾ പുതിയ ശാഖകളെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. തുടർന്ന് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലേക്ക് അവർ തങ്ങളുടെ സാന്നിധ്യം വ്യാപിച്ചു. മുംബൈ പോലൊരു വൻകിട നഗരത്തിൽ സ്വന്തമായ ഒരിടം കണ്ടെത്തുക എന്നത് ഏതൊരു ഫുഡ് ബ്രാൻഡിനെയും വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ കൃത്യമായി പ്ലാനിങ്ങും ക്വാളിറ്റിയും കൊണ്ട് അവിടെയും വിജയം കൊയ്യാൻ അവർക്ക് സാധിച്ചു. 2021 ബംഗളൂരുവിലെ ഒരു കൊച്ചു കടയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ന് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെല്ലാം ശാഖകളുള്ള കോടികളുടെ ഫുഡ് ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. രാഘവേന്ദ്രയുടെയും ദിവ്യയുടെ ഈ കഥ നമ്മെ ചില പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 1. പരാജയങ്ങൾ അവസാനമല്ല. സിനിമയിൽ അവസരം കിട്ടിയില്ലെന്ന് കരുതി രാഘവേന്ദ്ര തളർന്നിരുന്നെങ്കിൽ ഈ വിജയം ഉണ്ടാകുമായിരുന്നില്ല. 2. ഒരു ജോലിയും ചെറുതല്ല. ഹോട്ടലുകൾ ജോലി ചെയ്ത് കിട്ടിയ പരിചയമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തായത്. 3. ശരിയായ കൂട്ടുകെട്ട്. പ്രായോഗിക പരിചയവും ബിസിനസ് അറിവും ഒന്നിച്ചപ്പോൾ അതൊരു വലിയ വിജയമായി മാറി. സ്വപ്നം കാണാനും അതിനായി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള ആർക്കും ഈ കഥ ഒരു വലിയ പ്രചോദനമാണ്. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല ബിസിനസ് കഥകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.